മൊഡ്യൂൾ 3 നെക്സ്റ്റ് ടോപ്പിക്ക് പ്രൈംസ്, കാർഡിനാലിറ്റി ഓഫ് പ്രൈംസ്, അതുപോലെ തന്നെ ചെക്കിംഗ് ഫോർ പ്രൈംനെസ്. നെക്സ്റ്റ് ഈസ് കാർഡിനാലിറ്റി ഓഫ് പ്രൈംസ്. അപ്പോൾ നമ്പർ ഓഫ് പ്രൈംസ് നമുക്കറിയാം ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഒരു പർട്ടിക്കുലർ നമ്പറിനേക്കാളും താഴെ നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പൈ ഓഫ് എൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ദാറ്റ് ഫൈൻഡ്സ് എ നമ്പർ ഓഫ് പ്രൈംസ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു എൻ. പൈ ഓഫ് 1 ആണെങ്കിൽ 0, 1 താഴെയുള്ള പ്രൈം ഒന്നും ഇല്ല നമുക്കറിയാം. 2 താഴെ പ്രൈം ഒന്നുമില്ല, പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. അപ്പോൾ 2 നമുക്ക് കൺസിഡർ ചെയ്യാം, അതുകൊണ്ട് 1 വന്നു. പിന്നെ അങ്ങനെ ലെസ് ദാൻ ഓരോ നമ്പേഴ്സോട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്കിത് കറക്റ്റായിട്ടൊരു ആക്ച്വൽ ഇൻറ്റിജർ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അപ്രോക്സിമേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോസ് ആണ് ഇതിൻ്റെ ഈ അപ്പർ ലിമിറ്റ് ഐഡൻറ്റിഫൈ ചെയ്തത്, അതുപോലെ ലഗ്രാഞ്ചിയാണ് ലോവർ ലിമിറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേം അറിഞ്ഞിരിക്കുക. പൈ ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫൈൻഡ്സ് ദ നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ എന്നിനേക്കാളോ എന്നിനൊപ്പോ അല്ല എന്നേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ കൗണ്ട്. അത് ഏത് റേഞ്ചിനുള്ളിൽ കിടക്കണം? എൻ ബൈ ലോഗനും ഇവിടെ എൻ ബൈ ലോഗൻ മൈനസ് 1.08366. അപ്പോൾ ഈ രണ്ട് റേഞ്ചിനുള്ളിൽ കിടക്കുന്നതായിരിക്കും പൈ ഓഫ് എന്നിൻ്റെ വാല്യൂ. നെക്സ്റ്റ് ഈസ് ചെക്കിംഗ് ഫോർ പ്രൈംനെസ്. അപ്പോൾ നമുക്കൊരു നമ്പർ തന്നു, അല്ലെങ്കിൽ നമ്പർ കിട്ടി, നമുക്കത് എങ്ങനെ പ്രൈം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അപ്രോച്ചാണ് സെക്കൻഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. വി നീഡ് ടു സീ ഇഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഓൾ പ്രൈംസ് ലെസ് ദാൻ റൂട്ട് എൻ. നമുക്ക് തന്ന എൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് എൻ കണ്ടുപിടിക്കണം. ഈ റൂട്ട് എൻ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ നമ്പർ വെച്ച് ഈ റൂട്ട് എന്നിനേക്കാളും താഴെയുള്ള എല്ലാ പ്രൈംസും കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഈസ് പ്രൈം. അപ്പോൾ ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഏറ്റവും ബേസിക് അപ്രോച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. ഇതിൻ്റെ എക്സാമ്പിൾസ് കാണാം. ഈസ് 97 എ പ്രൈം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് 97 കണ്ടുപിടിക്കണം. നമുക്കറിയാം 9 × 9 നമുക്ക് 81 കിട്ടും. അപ്പോൾ 10 × 10 ആകുമ്പോൾ 100 ആയി. അപ്പോൾ നമുക്ക് 9 പോയിൻറ്റ് സംതിങ് ആയിരിക്കും ഇതിൻ്റെ റൂട്ടിൽ കിട്ടുക. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു 9 കിട്ടി. ഇനി ഇതിനേക്കാളും ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. 2, 3, 5 ആൻഡ് 7. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 97 എടുത്ത് ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. സോ വി നീഡ് ടു സീ ഇഫ് 97 ഈസ് ഡിവിസിബിൾ ബൈ എനി ഓഫ് ദീസ് നമ്പേഴ്സ്. ഇനി അങ്ങനെ ഡിവിസിബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് പ്രൈം അല്ല. ഡിവിസിബിൾ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 97 ഈസ് എ പ്രൈം. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഈസ് 301 എ പ്രൈം. അപ്പോൾ 301ൻ്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 17. 17 സ്ക്വയർ വരുന്നത് 289 ആണ്. പിന്നെ വരുന്ന 18 ആണ്. അപ്പോൾ 301ലും കടന്നു പോകും. അപ്പോൾ ഇവിടെ 17 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് 2, 3, 5, 7, 11, 13 ആൻഡ് 17. ഇനി നമ്മളിവിടെ ഈ നമ്പേഴ്സൊക്കെ എടുത്ത് 301നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. നമ്പേഴ്സ് 2, 3 ആൻഡ് 5 ഡു നോട്ട് ഡിവൈഡ് 301 ബട്ട് 7 ഡസ്. അപ്പോൾ ഈ 301നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 2, 3, 5 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തന്നെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രൈം അല്ല എന്നുള്ളത് ക്ലിയർ ആവും. അപ്പോൾ ഈ നമ്പേഴ്സിനെ കൊണ്ട് ഒന്നും 301നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം നമുക്കത് പ്രൈം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് 301 ഈസ് നോട്ട് എ പ്രൈം. അപ്പോൾ ചെക്കിംഗ് ഫോർ പ്രൈംനെസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്തു. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ആ സ്ക്വയർ റൂട്ടിനേക്കാളും ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. ഇനി അതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സീവ് ഓഫ് ഇറാത്തോസ്തനീസ്. അപ്പോൾ ഗ്രീക്ക് മാത്തമാറ്റീഷ്യനാണ് ഇറാത്തോസ്തനീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തതും ഒരു എൻ എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ എന്നിനേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേരാണ് സീവ് ഓഫ് ഇറാത്തോസ്തനീസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ടേബിൾ എഴുതണം. നമുക്ക് ഏതാണോ തന്നേക്കുന്ന എൻ, നമ്മുടെ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മോളസ്റ്റ് പ്രൈം. 2 മുതൽ നമുക്ക് തന്നിട്ടുള്ള എൻ വരെ നമ്മൾ ഇങ്ങനെ ഒരു ടേബിളായിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ 2 മുതൽ 10, then 11 to 20, 21 to 30, അങ്ങനെ 91 to 100 വരെ നമ്മൾ എഴുതും. ബിക്കോസ് വി നീഡ് ടു ഫൈൻഡ് ദ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100. നെക്സ്റ്റ് നമ്മൾ ഹയസ്റ്റ് ലിമിറ്റ് എന്തുവാ? 100 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എൻ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 100 കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഈ 10നേക്കാളും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ദാറ്റ് ഈസ് 2, 3, 5 ആൻഡ് 7. അപ്പോൾ ഈ 4 നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഈ ലിസ്റ്റിലുള്ള ഏതെല്ലാം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് എന്ത് പറയാം? പ്രൈം അല്ല എന്ന് പറയാം. അപ്പോൾ അവരെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ 2 എടുക്കുക, 2നെ കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാവരെയും സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. 3 എടുക്കുക, 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാവരെയും സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. അതേപോലെ 5നും 7ൻ്റെയും കേസിൽ ചെയ്യുക. അപ്പോൾ ഈ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈനിങ് ആയിട്ടുള്ളത് മാത്രം ആൾക്കാരാണോ അത്രയും നമ്പേഴ്സ് ആയിരിക്കും നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് ഔട്ട് ഓൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. 2നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? ബിക്കോസ് 2 ഈസ് എ പ്രൈം. അതുകൊണ്ടാണ് എക്സെപ്റ്റ് 2 എന്ന് ചെയ്യുന്നത്. അപ്പോൾ 2 നമ്മൾ അവിടെ തന്നെ വെച്ചു. ഇനി 2ൻ്റെ മൾട്ടിപ്പിൾസ് വേറെ ഏതൊക്കെ ഇതിൻ്റെ അകത്ത് വരും, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു താഴേക്ക് കാണുന്നതെല്ലാം, ഈ കോളത്തിലുള്ളതെല്ലാം 12, 22, 32, 42 ഇത് ഫുൾ 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. അതുപോലെ ഈ കോളത്തിലുള്ളതും എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. 6ൻ്റെ കോളത്തിലുള്ളതും എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, അതിനെയും സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. 8 കൊണ്ടുള്ള കോളത്തിലേയും പോയി, അതുപോലെ 10ൻ്റെ കോളത്തിലേയും പോയി. അപ്പോൾ ഈ ഇത്രയും കോളംസ് ഓൾറെഡി നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്പിൾ ആയതുകൊണ്ട്, 2 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് അവരെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3 എക്സെപ്റ്റ് 3 ഇറ്റ്സെൽഫ്. ഇപ്പോൾ നേരത്തെ 2ൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ 3യുടെ കേസിലും ചെയ്യാം. അപ്പോൾ 3 പ്രൈമായതുകൊണ്ട് 3നെ നമ്മൾ അവിടെ തന്നെ വെച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 3യുടെ അടുത്ത മൾട്ടിപ്പിൾ 6 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 9 ആണ്, അതിന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 12 നമ്മൾ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ടാണ്. നെക്സ്റ്റ് വരുന്നത് 15, അത് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇനി അടുത്തത് 18 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മൾട്ടിപ്പിൾ ഏതാ വരുന്നത്? 21 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 24 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 27 നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ കഴിഞ്ഞ് ഏതാ വരുന്നത്? 30. അപ്പോൾ അതിനെ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. 30 കഴിഞ്ഞ് 33ക്ക് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. 36 അടുത്ത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 3 വരുമ്പോൾ 39, അതിന് നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 3 കഴിയുമ്പോൾ എന്തായി? 42 എത്തി. 42നെ സ്ട്രൈക്ക് ഔട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 കഴിയുമ്പോൾ 45 എത്തി, അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 48 ആണ്, അത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 51. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. 51 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 54 ആണ്, ദാറ്റ് ഈസ് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട്. ദെൻ 55, 56, നെക്സ്റ്റ് 57 വന്നു. 57 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതിനെ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 60, അത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 63, അതിന് ഓൾറെഡി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്തു. ദെൻ നെക്സ്റ്റ് 66 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വരുന്നത് എന്താ? 69, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 3 കൂടി വരുമ്പം 72, 3 കൂട്ടി അങ്ങ് നോക്കിയാൽ മതി. 3യുടെ മൾട്ടിപ്പിൾസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ 72 നമ്മൾ നേരത്തെ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 കഴിഞ്ഞ് കഴിയുമ്പോൾ 75 സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ദെൻ 78 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 81 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് 84 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ആയിട്ടുണ്ട്. 87 നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. പിന്നെ 90 സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. പിന്നെ 93, പിന്നെ 96 ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ 99. അപ്പോൾ ഇത്ര ആയപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ 5ൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5ൻ്റെ കോളവും നമുക്ക് കളയാം, അതുപോലെ 10ൻ്റെ കോളവും നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് എക്സെപ്റ്റ് 5 ആണ്, ബിക്കോസ് 5 ഈസ് എ പ്രൈം. 5ൻ്റെ കോളത്തിൽ 5 അല്ലാണ്ട് ബാക്കിയുള്ള ആരൊക്കെയാണോ അവരെല്ലാം നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ഓൾറെഡി 3യുടെ കേസിൽ കുറേ പേര് പോയിട്ടുണ്ട്. ഇനി അത് കൂടാണ്ട് 10ൻ്റെ കോളം ഓൾറെഡി 2ൻ്റെ കേസിൽ തന്നെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ 5ൻ്റെ കേസിൽ അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് വി നോട്ട് ടു ക്രോസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കണം 7ൻ്റെ മൾട്ടിപ്പിൾസ് എവിടെയൊക്കെയുണ്ട്, അതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, ക്രോസ് ഔട്ട് ചെയ്യുക. ഇനി 7ൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 7 പ്രൈം ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കണ്ട. നെക്സ്റ്റ് വരുന്നത് 40, ദാറ്റ് ഈസ് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് 14 കഴിഞ്ഞ് 21 ആണ്, അതും ഓൾറെഡി പോയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 28 ആണ്, അതും ഓൾറെഡി പോയി. 28 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 35 ആണ്, അത് 5ൻ്റെ അകത്ത് ഓൾറെഡി പോയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 42 ആണ്, അത് 2ൻ്റെ കേസിൽ തന്നെ പോയി. നെക്സ്റ്റ് വരുന്നത് 49, അപ്പോൾ അത് ഓൾറെഡി പോയിട്ടില്ലാത്തതാണ്, നമ്മളവിടെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 56 ആണ്, അത് നമ്മൾ നേരത്തെ 2ൻ്റെ കേസിൽ തന്നെ കളഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്നത് 63, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ല, അത് നമ്മളിപ്പോൾ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 70, അത് ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 70 കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? 77 വരും, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ല, നമ്മളിപ്പോൾ അത് ചെയ്തു. ഈ 77 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 84 ആണ്, അത് നമ്മൾ നേരത്തെ 4ൻ്റെ കേസിൽ തന്നെ അത് കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 91, അത് നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 98, അത് നമ്മൾ ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ മൾട്ടിപ്പിൾസിനെ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്രോസ് ഔട്ട് ചെയ്തു. അതായത് 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമ്മൾ ക്രോസ് ഔട്ട് ചെയ്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രൈം അല്ല, അതുകൊണ്ടാണ് അവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് മുഴുവൻ കഴിഞ്ഞ് ഈ നമുക്ക് എന്താണോ ഇതിൽ ടേബിളിൽ റിമൈനിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള നമ്പേഴ്സ്, ഇതാണ് നമ്മളുടെ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും? 2, 3, 5, 7, then 11, 13, 17, 19, 23, 29, പിന്നെ 31, 37, 41, 43,
47, then 53, then 59, 61, 67, 71, 73, 79, 83, 89 ആൻഡ് 97. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ലെസ് ദാൻ എ പർട്ടിക്കുലർ നമ്പർ. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ലെസ് ദാൻ 100 എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 2 മുതൽ 100 വരെയുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ ടേബിളിൽ എഴുതിയത്. ഇനി ചിലപ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ 2 ലിമിറ്റും തരും, 20 to 50 എന്ന് പറഞ്ഞ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? 20 മുതൽ ടേബിളിൽ സ്റ്റാർട്ട് ചെയ്യുക, 50 കൊണ്ട് ടേബിൾ അവസാനിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലിമിറ്റ് എന്താണോ ലിമിറ്റ് വെച്ച് നമുക്ക് അതിൻ്റെ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ കണ്ടുപിടിക്കുക. അതിനേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ പ്രൈം നമ്പേഴ്സ് വെച്ച് അതിൻ്റെ മൾട്ടിപ്പിൾസിനെ ഏതെല്ലാം നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. റിമൈനിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്താണോ അത് ആ ടേബിളിൽ ബാക്കി എന്തുണ്ടോ അതായിരിക്കും നമ്മളുടെ ലെഫ്റ്റ് ഓവേഴ്സ് അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് പ്രൈം നമ്പേഴ്സ് അല്ലെ പ്രൈംനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ച്. സി ഓഫ് ഇറാത്തോസ്തനീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം.